നമസ്കാരം. നമസ്കാരം സർ. നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഒരു വൃക്ക ദാനം ചെയ്ത വ്യക്തിയാണ്. എത്ര വയസ്സിലാണ് കുട്ടിക്ക് വൃക്കരോഗമുണ്ടെന്ന് കണ്ടുപിടിച്ചത്? 1.25 വയസ്സായപ്പോഴാണ് കുഞ്ഞിന് അസുഖം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 വർഷത്തോളം നമ്മൾ ഡയാലിസിസിൽ പോകേണ്ടതായിട്ട് വന്നു. കുറേയേറെ പരിമിതികളുണ്ടായിരുന്നു അതിന്. ലാസ്റ്റ് ട്രാൻസ്പ്ലാന്റ് എന്നൊരു ഓപ്ഷനായിരുന്നു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആസ്റ്ററിൽ വരുന്നത്. സാറിനെ കണ്ടു. പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് നമുക്ക് കിട്ടി. 4.25 വയസ്സിനുള്ളിൽ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു. ഇപ്പോൾ ഒത്തിരി ബെറ്ററാണ്. പഴയതിലും ഒത്തിരി കുട്ടിക്ക് ഒത്തിരി സമയം കിട്ടുന്നുണ്ട്, നമുക്കും ഒത്തിരി സമയമുണ്ട്. അതിലുപരി ഫുഡ് എല്ലാ രീതിയിലും ഉള്ള ആഹാരങ്ങൾ കൊടുക്കാം. പിന്നെ ഏറെക്കുറെ ഒത്തിരി മെച്ചമാണ്. അവൾക്ക് ഇനിയിപ്പം സ്കൂളിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ 2 വയസ്സിന് മുമ്പ് തന്നെ വൃക്കരോഗം കണ്ടുപിടിച്ചു. 2 കൊല്ലത്തിലധികം ഡയാലിസിസിൽ നിന്നു. കുട്ടികളിൽ ഡയാലിസിസ് വളരെ വിഷമമല്ലേ? വളരെ വളരെ വിഷമമാണ്. വളരെ വിഷമമാണ്. ഓക്കെ. കുട്ടികൾ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ. HD കുറേയധികം പ്രാക്ടിക്കലായിട്ട് വന്നില്ല ആ ഒരു ടൈമിൽ, സ്റ്റാർട്ടിങ് ടൈമിൽ. അങ്ങനെയാണ് പെരിറ്റോണിയൽ ഡയാലിസിസിലേക്ക് പോകേണ്ടി വന്നത്. ഓക്കെ. ഓക്കെ. പെരിറ്റോണിയൽ ഡയാലിസിസ് ദിവസം ചെയ്യേണ്ട ഒരു ചികിത്സയാണ് അല്ലേ? ഓക്കെ. അപ്പം അത് കഴിഞ്ഞാണ് ഓപ്പറേഷൻ വന്നത്. ഓപ്പറേഷന് എന്തെങ്കിലും വിഷമതകളുണ്ടായിരുന്നോ? ഒത്തിരി പേടിയുണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, സക്സസ് ആകുമോ എന്നുള്ള പേടി ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പം എത്ര ദിവസം ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ഓപ്പറേഷന്? ഓപ്പറേഷനായിട്ട് ഞങ്ങളൊരു 3-4 ദിവസം 4 ദിവസമേ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കുറച്ച്. ഓക്കെ. ഓ, 4-5 ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. ഓപ്പറേഷന് ശേഷം കുട്ടിയിൽ വ്യക്തമായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ടോൺ സഹിതം മാറി, സ്കിൻ അടക്കം മാറിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ഇപ്പോൾ ഒരു നോർമൽ കുട്ടി ചെയ്യുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് എത്ര കാലമായി? ഇപ്പോൾ 1 വർഷം 2 മാസം. 1 വർഷം 2 മാസമായി. റൈറ്റ്. ഇപ്പം ഭക്ഷണം സാധാരണമാതിരി കഴിക്കുന്നുണ്ട്? നോർമൽ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ഓക്കെ. വെള്ളം കൊടുക്കാം. ആദ്യം വെള്ളം നല്ല റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. 300 ml മാത്രമേ നമുക്ക് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ വെള്ളം കുടിക്കാം. ഫ്രഷ് ആയിട്ടുള്ള എല്ലാ ആഹാരവും കൊടുക്കാം. ആക്റ്റീവാണ് കുട്ടി, ഓടി കളിക്കുന്നു അല്ലേ? സാധാരണ ഒരു കുട്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അമ്മയാണ് വൃക്ക കൊടുത്തത്. വൃക്ക കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള എൻ്റെ ഒരു ധർമ്മം. അതിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടുകളായിട്ട് അതിൻ്റേതായുള്ള ബുദ്ധിമുട്ടുകളില്ല. ഒന്നുമില്ല. ഇനി വേറൊരാൾ ചോദിച്ചാൽ ധൈര്യമായിട്ട് വൃക്ക കൊടുക്കാം എന്ന് പറയും? വൃക്ക കൊടുക്കാമെന്ന് പറയും. ഓക്കെ. നിങ്ങൾക്ക് എത്ര ദിവസം ആശുപത്രി കിടക്കേണ്ടി വന്നു ഈ വൃക്ക കൊടുക്കാനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ട്? ബന്ധപ്പെട്ട് ഒരു 3-4 ദിവസം. ആദ്യം ഒരു ടെസ്റ്റുകൾക്ക് ഒരാഴ്ച അഡ്മിറ്റായിരുന്നു. ഓപ്പറേഷന് ഒരു 4 ദിവസം. 4 ദിവസം. ഒരു 4 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ട കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാം. ഇപ്പം നിങ്ങൾക്ക് എല്ലാ ജോലിയും ചെയ്യാൻ പറ്റുന്നുണ്ടോ വീട്ടിൽ നിന്ന്? ഇപ്പം അത്യാവശ്യം ജോലികളൊക്കെ വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. അധികം വെയിറ്റ് ഇല്ല, ലിഫ്റ്റ് ചെയ്യത്തില്ല, അല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. വൃക്കസ്തംഭനമുള്ള വ്യക്തികളോട് എന്തെങ്കിലും പറയാനുമായിട്ട് സന്ദേശമുണ്ടോ? ധൈര്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് എന്നൊരു ഓപ്ഷൻ മുമ്പിലുണ്ടെങ്കിൽ, ഡയാലിസിസിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് മുന്നോട്ട് പോവാതെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങൾ അനുവദനീയമാണെങ്കിൽ ധൈര്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് എന്നൊരു ഓപ്ഷനിലേക്ക് മുന്നിലേക്ക് വരാം. എസ്പെഷ്യലി ഞാൻ സാറിനെ പ്രിഫർ ചെയ്യുന്നു. ഓക്കെ, റൈറ്റ്. ശരി. ഇനിയും വളരെ കാലം ആ കിഡ്നി വിജയകരമായി പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവം നല്ലത് വരട്ടെ. താങ്ക് യു.